ഇപ്പോൾ ജൈനമതത്തിലും ഹിന്ദുമതത്തിലും ഈ ആൽമരങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതുപോലെ ഒരു വലിയ വൃക്ഷം ഇവിടെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പേരാൽ, അതാണ് ആർക്കോട് 1989 തന്നെ ലഭിച്ച ഒരു മരമാണിത്. അന്ന് ഏകദേശം 4.5 ഏക്കർ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരു മരമാണിത്. ഇപ്പോൾ ഇത് 9-10 ഏക്കറോളം സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. കേട്ടോ, നിറയെ കായ്കളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ആ കായൊക്കെ പറിച്ച് കൊണ്ടുപോയി ഇട്ടാൽ തന്നെ വലിയ സംഭവമായിരിക്കും. പേരാലിൻ്റെ കാ തിന്നാൻ വേണ്ടിയാണ് വവ്വാല് മുഴുവൻ വരുന്നത്. പഴുത്ത് നിൽക്കുന്ന കായ്കൾ ഒരു സൈഡ് പഴുക്കുമ്പോൾ അടുത്ത സൈഡിൽ പൂവിട്ടുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ വരുന്ന വഴിക്കെല്ലാം കാട്ടിലെല്ലാം കണ്ടിരുന്നു ഇതുപോലെ പഴുത്ത് കിടക്കുന്നത്, വന്ന് കുരങ്ങന്മാർ തിന്നിട്ട് വഴി നിറച്ചിട്ടിരിക്കുന്നത്. അപ്പോഴത്തേ ഇവിടെ ക്ഷേത്രത്തിൻ്റെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അകത്തോട്ടൊന്നും പോകാൻ പറ്റാത്തത്. അപ്പോഴത്തേ വിട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ജീവികളൊക്കെ ഉള്ള സ്ഥലമാണ്. പാമ്പുകളൊക്കെ കാണും. ഇതുകൊണ്ട് നമ്മളെ അകത്തോട്ട് കയറ്റി വിട്ടു. ഇവിടെയൊക്കെ ബിംബങ്ങളൊക്കെ കാണാം. ഇതുണ്ടോ, സപ്പോർട്ട് ചെയ്ത് ഓരോ കമ്പ് നിർത്തിയിരിക്കുന്നത്. അപ്പം ഞാനൊരു വലിയ വനത്തിനുള്ളിലേക്ക് കയറിയ പോലെയുള്ള ഒരു പ്രതീതിയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇവിടുത്തെ ആൾ നമ്മളെ അകത്തോട്ട് കയറ്റി വിട്ടതാണ്. ചെയ്തുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് വന്നു കഴിയുമ്പോഴത്തേനും ഒരു കാടിനുള്ളിൽ, നമ്മൾ വന്ന കാടുകൾക്കുള്ളിലുള്ള ഒരു രീതിയാണ്. ഒറ്റ പേരാലാണ് കേട്ടോ. ഇതൊരു ചെറിയ സൈഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. എൻ്റെ ഫ്രെയിമിൽ വരുന്ന ഏകദേശം ഒരു ഏക്കർ സ്ഥലം മാത്രമാണ്. ഇതിങ്ങനെ പടർന്ന് കിടക്കുകയാണ്. ചുറ്റി വരാനാണെങ്കിൽ ഏകദേശം 1/2 കിലോമീറ്റർ നമ്മൾ നടന്നാലേ ഉള്ളൂ. ഇതിനുള്ളിലൂടെ നടന്ന് നമുക്ക് ചുറ്റി വരാൻ പറ്റൂ. ഇത് വിസിറ്റേഴ്സ് ആളുകൾക്ക് ഒന്ന് കയറാനുള്ള, ഞാൻ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ്. അകത്തോട്ട് കയറി പൊക്കോളാൻ പറഞ്ഞു. ഒരുപാട് ഉള്ളിലോട്ട് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ ഷൂ ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പോഴത്തെ നമ്മൾ ആൽമരത്തെ ഒന്ന് ചുറ്റി വരാമെന്നോർത്ത് പോവുകയാണ്. അപ്പോൾ ഉള്ളിലോട്ടുള്ള വഴി വളരെ ദുർഘടം പിടിച്ചതും കാട് പിടിച്ചതുമായ പ്രദേശത്തൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ കാണും, എങ്കിലും നമുക്ക് സംഭവം കണ്ടിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. പാമ്പും ഒക്കെയുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ധൈര്യം സംഭരിച്ച് പോവുകയാണ്. പാമ്പിൻ്റെ വഴിക്ക് പൊക്കോളും. നമ്മളിപ്പോൾ അധികം ഷൂ ഒക്കെ ഇടാൻ വേണ്ടി തിരിച്ച് ചെന്ന് ഷൂ ഒക്കെ ഇട്ട് ഇനി അവിടെ ചെന്ന് അകത്തോട്ട് കയറി പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തെ ഈ ബെന്യാൻ മരം, അതായത് പെരാല് കിടക്കുന്ന ഏരിയയിലൂടെ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാട് പ്രദേശമാണ് കേട്ടോ, കാരണം ഇതും റിസർവ് ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടോ, സോളാർ ലൈറ്റുകളൊക്കെ ഉണ്ട്. രാത്രിയും ഇവിടെ ആളുകളൊക്കെ വരുന്നതാണ്. പക്ഷേ ഉള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ഏരിയ ഇനിയും പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമായതുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുമല്ലോ. ഈ ഏരിയ മൊത്തം ഏകദേശം 20 ഏക്കറോളം സ്ഥലം ഇതിനു വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നേരത്തെ നല്ല രീതിയിൽ ടയലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരുന്നതാണ്. ഇനി നമ്മൾ കാട്ടിനുള്ളിലോട്ട് കയറുവാണ്, കാരണം അതിൻ്റെ ബൗണ്ടറി ഇവിടെ വരെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ്. വവ്വാൽ തൂങ്ങിക്കിടക്കുന്ന കണ്ടു. ഈ സൈഡിൽ മൊത്തം ആ കാ പോലെ കറുത്ത് കിടക്കുന്ന മുഴുവൻ വവ്വാലാണ്. വവ്വാലിൻ്റെ കളിയാണ് ഈ മരത്തേൽ. ഞാൻ മുമ്പേ അമ്പലത്തിൻ്റെ അകത്ത് നിന്ന് നിങ്ങളെ കാണിച്ചായിരുന്നു. വവ്വാലിൻ്റെ കളിയാണ് ഇവിടെ.
ഇത്രയും ഭാഗം മൊത്തം വവ്വാലിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് വന്നിട്ട് ഉള്ളിലോട്ട് പോവാണ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കാടുകളൊക്കെയാണ്, കരടിയോ കടുവയോ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ. നമ്മുടെ വേലിക്കെട്ടിൻ്റെ അകത്താണ്, അതായത് ഫെൻസിങ് ഇട്ടിരിക്കുന്നതിന് ഉള്ളിൽ. ഇപ്പോൾ ട്രാക്ടറൊക്കെ ഇതുവഴിയാണ് കയറി പോകുന്നത് കേട്ടോ ഇതിൻ്റെ അകത്തോട്ട്. അപ്പം ക്ഷേത്രത്തിൻ്റെ ഇങ്ങേ സൈഡിലാണ് നമ്മളുള്ളത്. മുമ്പ് ഞാൻ കാണിച്ച ട്രാക്ടർ കിടക്കുന്ന സ്ഥലത്ത് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് വന്നതാണ്. ഇതുണ്ടോ അപ്പൂപ്പന്താടിയുടെയൊക്കെ വേറെ ഇറങ്ങിക്കിടക്കുന്നതാണ്ടോ. ഇത് അപ്പൂപ്പന്താടി മരത്തിൻ്റെയാണ് കേട്ടോ, അല്ലാതെ ഇതിൻ്റെ അല്ല. എൻ്റെ മേളിൽ നിന്ന് മിക്കവാറും കാഷ്ടിച്ച് നശിപ്പിക്കുന്ന വവ്വാലുകളുണ്ട് മുകളിൽ. അതുകൊണ്ട് വളരെ കൂളായിട്ട് നമ്മൾ അവരുടെ ഏരിയയിൽ നിന്നൊന്നും മാറിക്കൊടുത്താൽ നല്ല കാര്യമായിരിക്കും. അല്ലെങ്കിൽ അവർ നമ്മളെ കറപ്പാക്കി തരും. ഇവിടെ മുഴുവൻ കാഷ്ടം കിടക്കുന്നുണ്ടോ. ഇതുണ്ടോ, ഇത് മുഴുവൻ വവ്വാലിൻ്റെ കാഷ്ടമാണ് കേട്ടോ. നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. വവ്വാലിൻ്റെ കാഷ്ടമാണിത്. അവരവിടെ കിടന്ന് അവരുടെ കാര്യങ്ങൾ സാധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തലയായിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ചെന്നാൽ അവരത് തീർത്തും തരും. നമ്മുടെ തല ഒന്നുകൂടെ ഡൈ ചെയ്യിച്ച് തരും. ഇപ്പം വെളുത്ത അലുമുടിയൊക്കെ ആയിട്ട് ചെല്ലുന്നവർക്കാണ് സുഖമായിട്ട് ഡൈ ചെയ്തിട്ട് തിരിച്ചു പോരാം. അപ്പോഴത്തെ ഇത് കണ്ടോ, 9 ഏക്കർ സ്ഥലം ഇങ്ങനെ ചുറ്റിക്കറങ്ങി കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു കുറേ ദൂരം ഇങ്ങ് പോകുന്നു, ഉള്ളിലോട്ട് കുറേ ദൂരം കയറിപ്പോന്ന്. ഇനിയിപ്പോൾ ഈ വഴിയെ നമ്മൾ തിരിച്ചു അപ്പുറത്ത് ആദ്യം ഞാൻ കയറിയ വഴിയിലോട്ട് എത്താനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പം തന്നെ കാണുന്നത് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ഇത്. നമ്മൾ കദ്രിയിൽ നിന്ന് 27 കിലോമീറ്ററാണ് ഇങ്ങോട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ വന്ന് കാണേണ്ട പ്രദേശങ്ങളാണ്. കാര്യം പറഞ്ഞാൽ നമ്മൾ ചോദിക്കും ഒരു മരം കാണാൻ പോകുന്നതിൽ എന്ത് ബെനിഫിറ്റ് ആവുള്ളൂ എന്നൊക്കെ ചെന്നിരിക്കും. പക്ഷേ ആ മരം 650 വർഷത്തോളം പഴക്കമുള്ള ഒരു മരം, ഒറ്റ മരം. ഇത് കണ്ടോ, ഇതിന് 1600 മിച്ചം ശാഖകളുണ്ടെന്ന് പറഞ്ഞതിൽ ആ ശാഖകളുടെയൊക്കെ എണ്ണ എടുത്തിരിക്കുന്നതുണ്ടോ. 3303 അന്ന് 1600 ആയിരുന്നു ഇതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരുമ്പം. ഇപ്പോൾ അതിൻ്റെ എണ്ണം കൂടി 3303, 4033, അങ്ങനെ ഓരോ നമ്പറുകളിലേക്ക് അത് ശാഖകൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലത്ത് മുട്ടി നിൽക്കുന്ന ശാഖകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് പടർന്ന് മുകളിലോട്ട് പോയ ശാഖകളല്ല, നിലത്ത് വേരായിട്ട് ഇറങ്ങിയിരിക്കുന്ന ശാഖകളാണ് പറയുന്നത്. ബെന്യാൻ, ഇംഗ്ലീഷിൽ പറയുന്ന ബെന്യാൻ മരം, നമ്മൾ പറയുന്ന പേരാല്. പണ്ട് ഞാൻ സ്കൂളിൽ നിന്നും ടൂർ വന്നപ്പോൾ മൈസൂർ ഭാഗത്ത് ഇതുപോലെ ഒരു ബെന്യാൻ മരം ഉള്ളതാണ്. അതന്ന് കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ യാത്രയിൽ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ആളുകൾക്ക് കൂടുതൽ അറിവില്ലായ്മയായിരിക്കും, അത് കാണാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതിലും ഫേമസ് ആയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ബെന്യാൻ മരം അത് കാണാൻ സാധിച്ചു എന്നത്, അതും ഒരു കാടിനുള്ളിൽ നമ്മൾ ഇരിക്കുന്ന പോലെയാണ്. ഒരു വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ ചെന്ന പോലെയുള്ളൊരു സുഖമാണ് ഇവിടെ കിട്ടുന്നത്. നോക്കി, ഞാൻ പറയുന്നതിലല്ല, അതിശയമല്ല ഞാൻ പറയുന്നത്, കാണുന്ന കാഴ്ചയാണ് ഞാൻ പറയുന്നത്. അപ്പം 4000-ൽ പരം ശാഖകൾ ഇപ്പോൾ തന്നെയുണ്ട് അതിന്. ഓരോ ദിവസവും ഓരോ ശാഖകൾ ഇറങ്ങിക്കോട്ടെ. അത് കണ്ടോ, ചെറിയ ശാഖകളൊക്കെ പൊട്ടി ഇറങ്ങുന്നത്. അതിനെല്ലാം മണ്ണിട്ട് കൊടുക്കണം. ശാഖകൾ ഇറങ്ങുമ്പം വളം കിട്ടാൻ വേണ്ടിയാണ് മണ്ണിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടോ അവിടെ മണ്ണിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ എന്നും നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ വന്ന പുതുമണ്ണ് കണ്ട ഭാഗം ഇത് കണ്ടോ, പുതിയ ശാഖ ഇറങ്ങി കഴിയുമ്പോഴത്തേനും അവിടെ ഒരു മണ്ണിട്ട് കൊടുക്കും. അതിന് അത്യാവശ്യം വളം കിട്ടാൻ. അതുപോലെ തന്നെ ഈ ശാഖ ഇറങ്ങി വരുന്നു. ഇത് ഇറങ്ങി നിലത്ത് മുട്ടുമ്പം അതിന് വീണ്ടും മണ്ണിട്ട് കൊടുക്കും. അത് പേരാലിൻ്റെ ഈ പടർന്നു വരുന്ന പേരാലിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ആ വേരുകൾ. പക്ഷേ പിന്നീട് അത് വലിയ വടവൃക്ഷമായിട്ട് മാറുകയും ചെയ്യും. ഇത് എനിക്ക് തോന്നുന്നു ഇത് പേരാലിൻ്റെ ഒരു വലിയൊരു ഇതായിരുന്നു, ഒരു കീഴ്ഭാഗമാണ്. അതിലും വേരുകൾ കണ്ടോ നിരന്ന് നിൽക്കുകയാണ്. ഒരു മനോഹരമായ കാഴ്ച. ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്ന ആളുകളാണ് ഈ ഭാഗത്തേക്ക് വരുന്നത്. ഇത്രയും പടർന്ന് പന്തലിച്ച ഒരു പേരാല് ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. അതും വേൾഡ് റെക്കോർഡുള്ളത്.
നമ്മുടെ നാട്ടിൽ വേൾഡ് റെക്കോർഡ് അടിച്ച ഒരുപാട് പേരുണ്ട്. നമ്മുടെ മാന്നാനത്തും ഒക്കെ നമ്മുടെ ഗിന്നസ് റെക്കോർഡ് അടിച്ച ഒരുപാട് പേരുണ്ടെങ്കിലും ഒരു മരം ഗിന്നസ് റെക്കോർഡ് അടിച്ചത് അത് നമ്മുടെ ഇന്ത്യയിൽ തന്നെയാണെന്നുള്ളതിൽ അഭിമാനമുണ്ട്. ഈ കാഴ്ചകൾ കാണാനാണ് ഞാൻ ഈ സൈക്കിളിൽ യാത്ര ചെയ്യുന്നത്. അല്ലാതെ ഒരു ബൈക്കിൽ വന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോവല്ല. ഞാൻ വന്ന വഴിയിൽ ഗ്രാമപ്രദേശങ്ങളാണ്, കിലോമീറ്ററുകൾ സൈക്കിൾ ഓട്ടി തീർന്നാലേ ഉള്ളൂ ഒരു വീട് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള ഏരിയയിൽ കൂടെ വന്നിട്ടാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കാണുന്നത്. അപ്പോൾ അത് വളരെ ഒരു ഭയങ്കര സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. അതാണ് നമ്മുടെ യാത്രയുടെ പ്രത്യേകത. നമ്മളെ അവഹേളിക്കുന്നവർക്ക് ആ ഒരു രീതി അറിയില്ല. പല യാത്രക്കാരും ആദ്യമേ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു പ്രോത്സാഹനമുണ്ടല്ലോ, അവഹേളനം, അതാണിപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും സാരമില്ല, നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചുകൂടെ ആൽമരത്തിൻ്റെ ഉള്ളിലേക്ക് വന്നതാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ വലിയ മരങ്ങൾ വീണ് കിടക്കുന്നത് പോലെ അതിൻ്റെ വേരുകൾ ഇറങ്ങി ചെരിഞ്ഞ് പഴയ മരങ്ങളൊക്കെ ഒടിഞ്ഞു പോയത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഏരിയയിൽ കൂടുതൽ വേരുകൾ ഇറങ്ങിയിട്ടില്ല. അതേ പുതിയ വേരുകളൊക്കെ താഴോട്ട് ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്ദർഭങ്ങൾ, അതായത് സന്തോഷം നൽകുന്ന സന്ദർഭങ്ങളിൽ ഒന്നാണിത്. കാരണം ലോകത്ത് തന്നെ ഏറ്റവും വലിയ പേരാല് കാണാൻ സാധിക്കുക, അത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒക്കെ ആൾക്കാർ ഇത് കാണാൻ വരുന്നവരാണ്. പക്ഷേ നമ്മുടെ നാട്ടിലോട്ട് ഇതിന് വലിയ പ്രചാരം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇവിടെ വന്ന് ഈ പേരാല് കാണാൻ സാധിച്ചു ജീവിതത്തിലെ വലിയൊരു സംഭവമായിട്ടും ഒരു സന്ദർഭമായിട്ടും ഞാൻ കരുതുന്നു. അപ്പം ഇത് കണ്ടോ, ഓരോ ശാഖകൾക്കും നമ്പറിട്ട്, താഴേക്ക് ഇറങ്ങുന്ന ഓരോ വേരുകൾക്കും നമ്പറിട്ട് അതിനെ ഒരു മരമായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഏകദേശം 6000-ഓളം ശാഖകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുമ്പോൾ 1600-ൽ പരം ശാഖകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 6000-ൽ പരം ശാഖകളാണ് ഇതിനുള്ളത്, വേരുകൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരൊറ്റ മരം പല കാലങ്ങളായിട്ട് 670 വർഷത്തോളമായിട്ട് സംരക്ഷിച്ചു പോരുകയാണ്. അത് അന്ന് കുഴിച്ചു വെച്ചവർ മുതൽ, അല്ലെങ്കിൽ വളർന്നു വന്നപ്പോൾ അതിനെ സംരക്ഷിച്ചവർ മുതൽ ഇപ്പോൾ സംരക്ഷിക്കുന്നവർ വരെയുള്ള കാലഘട്ടം 671 വർഷമാണെന്നാണ് എനിക്ക് കൃത്യമായിട്ടറിയില്ല. 670-ൽ പരം വർഷങ്ങളായി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ യാത്ര തുടരുകയാണ്. ഇതൊരു ചെറിയ ഗ്രാമമാണ് കേട്ടോ, 10-100 വീടുകളുള്ള ഒരു ചെറിയ ഗ്രാമം. പക്ഷേ ഗ്രാമത്തിന് ചുറ്റും നിലക്കടലയുടെ കൃഷിയാണ് കൂടുതലും. നിലക്കടല കൃഷിയും തക്കാളി കൃഷിയുണ്ട്, പിന്നെ ചോളമുണ്ട്, മറ്റ് ചെറിയ ചെറിയ കൃഷികളുണ്ട്. കാറ്റ് കൂടുതലായതുകൊണ്ട് തെങ്ങ് കൃഷിയോ വാഴക്കൃഷിയോ അതുപോലുള്ളതൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് അതിലേ വന്ന് ഇതിലേ ഇറങ്ങുകയാണ്. അപ്പോൾ ശരി, പതിയെ ഇറങ്ങിപ്പോവാം. ഓക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞതിൽ നിന്ന് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും അലൗഡ് അല്ല ഉള്ളിൽ പോയി കാണാനുള്ളത്. പക്ഷെ ഞാൻ കേരളത്തിൽ വന്നതുകൊണ്ടും വീഡിയോ എടുത്ത് ഒരു പ്രചരിപ്പിക്കുന്ന ആളായതുകൊണ്ട്, ഒരു യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആളായതുകൊണ്ടും മാത്രമാണ് എന്നെ അനുവദിച്ചതെന്നാണ് പറഞ്ഞത്. മറ്റുള്ളവരെ അങ്ങനെ അകത്തോട്ട് കയറാൻ സമ്മതിക്കാറില്ല. പക്ഷേ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്നവരെ ചുറ്റിക്കാണാനുള്ള അവസരം കൊടുക്കാറുണ്ട്. നമുക്ക് ഏതൊക്കെയാലും ആദ്യമായിട്ടാണ് ഒരു വലിയൊരു ഇതിൻ്റെ അകത്ത് നമുക്ക് അനുവാദത്തോടു കൂടി കയറി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. ഈ യാത്രയിൽ ആദ്യമായിട്ടാണ്. ചില ക്ഷേത്രങ്ങളിലൊക്കെ സമ്മതിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതുപോലൊരു സംരക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നമുക്ക് കയറി ഇങ്ങോട്ട് വന്ന അനുവാദം തന്ന് കയറുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. കുഞ്ഞിനെ വെളിയിൽ വെച്ചിട്ടാണ് പോകുന്നത്. കുരങ്ങന്മാർ ഒരുപാടുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അവന്മാർ നമ്മുടെ സാധനങ്ങൾ വല്ലതും അടിച്ചുകൊണ്ട് പോയെന്നറിയില്ല. വലിയൊരു മുള്ളുചെടിയുടെ അടിയിലാണ് ഞാൻ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവത്തലോട്ട് കുരങ്ങന്മാർ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ശരി, നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ വന്ന വഴിയിൽ കണ്ട ഒരു നിലക്കടലത്തോട്ടമാണ്. ഒരു 10-25 ഏക്കർ സ്ഥലം മുഴുവൻ നിലക്കടലത്തോട്ടം മാത്രം. വളരെ മനോഹരമായ രീതിയിൽ കൃഷി ചെയ്യുന്നു. ഇതിൻ്റെ ഇടയിലെല്ലാം ട്രിപ്പിംഗ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ സ്പ്രിങ്ക്ലറെല്ലാം വെച്ച് വെള്ളം അടിക്കുന്നത് കാണാം. ആ വെള്ളം ഇങ്ങോട്ട് ഒഴുകി വരും. അവരവിടുന്ന് ഓസിട്ട് കൊണ്ടുവരുവാണ്.
അപ്പോൾ ഒന്നരാടം ദിവസമാണ് ഇത് നനയ്ക്കുന്നത്. അപ്പോൾ നിലക്കടലയ്ക്ക് കൂടുതൽ വെള്ളം ആവശ്യമുള്ളൊരു കൃഷിയല്ല നിലക്കടല. അപ്പോൾ നമ്മൾ ഈ നിലക്കടലത്തോട്ടമൊക്കെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് ജസ്റ്റ് കയറിയതാണ്. ദേ കുഞ്ഞിനെ സൈഡിൽ വെച്ചിരിക്കുകയാണ്. നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മൾ പേടിച്ച് വേണം നിൽക്കാൻ. എപ്പോഴാണ് സൈക്കിൾ മറിഞ്ഞു വീഴുന്നതെന്ന് പറയാൻ പറ്റിയല്ല. അതുകൊണ്ടാണ് ഈ സഞ്ചി നമ്മൾ ഈ സൈഡിൽ കെട്ടിയിരിക്കുന്നത്. മറിഞ്ഞു വീണാലും വലിയ ക്ഷതമേൽക്കില്ല. നമ്മുടെ ബാഗ് നമ്മൾ ഈ സൈഡിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ വണ്ടി വാഷൊക്കെ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് തുരുമ്പെല്ലാം പോയതെല്ലാം ഇന്ന് കറുത്ത പെയിൻറ്റ് വാങ്ങിച്ച് അടിക്കണം. സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ച് ഒന്ന് അടിക്കണം. അപ്പോൾ അത് നാളെയോ മറ്റന്നാളോ ഇന്ന് കദ്രിയിൽ നിന്ന് ഒരു സ്പ്രേ പെയിൻറ്റൊക്കെ വാങ്ങിക്കണം. വാങ്ങിച്ചിട്ട് കൂടിനെല്ലാം ഒന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് വേണം പോകാൻ. ഇവിടെ എല്ലാമായി ഇതെല്ലാം ഇനി പെയിൻ്റ് അടിക്കാനുള്ളതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഹൈദരാബാദ് ചെന്നിട്ട് മൊത്തം ഒന്ന് റീസെറ്റ് ചെയ്യണമെന്നോർത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ട് യാത്ര തുടരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ സീറ്റിന് നമ്മളൊരു കുഷ്യൻ കയറ്റിയതാണ്. പക്ഷേ അത് ഇങ്ങോട്ട് സെറ്റായില്ല. ഇനി പോണ വഴിക്ക് എവിടെയെങ്കിലും ഇതിൻ്റെ ഒരു കവറ് തയ്പ്പിക്കണം. ഇത് വെച്ചിട്ട് മറ്റേ ഫോം തയ്ക്കുന്ന ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് ഒരെണ്ണം തയ്പ്പിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഇപ്പോൾ ആ ഒരു സ്പോഞ്ച് അമീർക്കാട് അവിടുന്ന് വെച്ചതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് വേദനയില്ലാതെ ചവിട്ടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ 27 കിലോമീറ്റർ പോന്നിട്ട് ഞാൻ അറിഞ്ഞു പോലുമില്ല. അത്രയ്ക്ക് സുഖമായിട്ട് ചവിട്ടാൻ പറ്റുന്നു. അല്ലെങ്കിൽ ആ സീറ്റ് ചെറുതായിരുന്നുകൊണ്ട് നമുക്ക് കാല് ഭയങ്കര വേദനയാണ്. അപ്പോൾ കുഞ്ഞു കിടപ്പുണ്ട്. അവൾക്ക് ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അവൾ തിന്നിട്ടില്ല. അവൾക്ക് എന്തോ ഒരു വയറിനൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അത് ഇന്നലെ ഒരു ലൂസ് മോഷനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മരുന്ന് കൊടുത്തിട്ട് കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇച്ചിരി കൂടി മരുന്ന് കൊടുക്കണം. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇതൊരു സ്കൂളാണിത് എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത്. ഇതൊക്കെ കൃഷിഭൂമിയാണ് കേട്ടോ. ഇപ്പം കൃഷി ഇല്ലാത്തതാണ്. ആ മലയിടുക്കിൻ്റെ അങ്ങേ ചെരുവിൽ ഒരു ക്ഷേത്രമുണ്ട്. അങ്ങോട്ട് പോകണമെന്നൊക്കെ ആൾക്കാർ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ പോകുന്നില്ല. കാരണം ഒറ്റയ്ക്ക് ഈ സമയത്ത് അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമില്ല. ചെന്ന് കഴിഞ്ഞാൽ അവിടെയെങ്കിലും ആരും കാണിയല്ലോ. ഒന്ന് പറഞ്ഞു തരാനോ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനോ ആൾ കാണില്ല. അല്ലെ വൈകുന്നേരങ്ങളിലായിരിക്കണം. വൈകുന്നേരങ്ങളിൽ പിന്നെ നമുക്കിവിടെ തങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവും. കാര്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് തങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കതിരിയിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. അവിടെ നിന്നാണ് നാളെ നമ്മൾ മറ്റ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങ് അകലെ കാണുന്ന മലയുടെയൊക്കെ കല്ല് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതുണ്ടോ, അടുക്കടുക്കായിട്ടിങ്ങനെ നിൽക്കുക. അപ്പം ശരി, യാത്ര തുടരാം. അപ്പോഴത്തേ നമ്മൾ ബെന്യാൻ ട്രീ കണ്ടിട്ട് കതിരിക്ക് പോയിരുന്ന വഴിക്ക് ഉള്ള ഒരു പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്, സുധാകർ. ഇദ്ദേഹം ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്, സർപഞ്ച് എന്ന് ഇവിടെ പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ സംസാരിക്കുകയൊക്കെ ഉണ്ടായി. ഹലോ സർ. Hello, my name is Sudhakar. My profession is Sarpanch. Our village is near Banyan tree, Timmamma Marriman. It is the biggest tree in world. His name is Jobin. I meet I am very, very happy because of nobody is there to travel with cycle. So I am very, very happy. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അപ്പോൾ സാറിനെ കാണാൻ സാധിച്ചത് വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ പോണ വഴിയിലാണ് സാറിനെ കണ്ടത്. സാറിൻ്റെ പാടത്തേക്ക് പോകുമായിരുന്നു. അവിടെ കൃഷിയൊക്കെ ഉള്ള ആളാണ്. ഇവിടെ കൂടുതലും കർഷകരാണ്, കൂടുതലും ഫാർമേഴ്സ് തന്നെയാണ്. അദ്ദേഹം ഫാമിങ്ങിൻ്റെ ഫീൽഡിലോട്ട് പോകുമ്പോഴാണ് എന്നെ കണ്ടത്. അപ്പോൾ എന്നോട് സംസാരിച്ച് അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കാണണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം ഇച്ചിരി ബിസി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പതിയെ ഇങ്ങ് പോന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. കദ്രിയിലെ പ്രശസ്തമായ നരസിംഹസ്വാമി ക്ഷേത്രത്തിലാണ് ഞാനുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ കാണുന്നത് മനോഹരമായ മണ്ഡപങ്ങളാണ്.
ഇവിടുത്തെ നരസിംഹസ്വാമിയുടെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് ഈ കദ്രിയിലെ ഈ നരസിംഹസ്വാമി ക്ഷേത്രം. ധാരാളം ഭക്തസാധനങ്ങൾ വിൽക്കുന്ന കടകളെല്ലാം നമുക്ക് കാണാം. നമ്മൾ പോയ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതേ രീതിയിലാണ് എല്ലാ ക്രമീകരണങ്ങളുള്ളത്. ഇതാണ് ഇവിടുത്തെ വടക്കേ നട. പക്ഷേ ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നിറയെ ബിൽഡിങ്ങുകളുള്ള സിറ്റിക്കുള്ളിലുള്ള ഒരു പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്നില്ല. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്വർണം പൂശിയ ഒരു ഗോപുരമാണ് ഇതിനുള്ളത്. ഇതാണ് ഇവിടുത്തെ തെക്കേ ഗോപുരം. അപ്പോൾ നമ്മൾ ഒരു പ്രദേശം മുഴുവൻ ചുറ്റി വന്നാലേ ഉള്ളൂ ഇതെല്ലാം കാണാൻ പറ്റത്തുള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, ധാരാളം കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയം തന്നെയാണ് ഇവിടെയുള്ളത്.